നിലമ്പൂരിൽ ടാപ്പിംഗ് തൊഴിലാളി കാട്ടാനാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അകമ്പാടം സ്വദേശി അബ്ബാസാണ് ആനയ്ക്ക് മുന്നിൽ പെട്ടുപോയത്. കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശമാണ് ഈ സ്ഥലം. കാട്ടാനാക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് അബ്ബാസ് ഇതുവരെ മുക്തനായിട്ടില്ല എന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ജീവൻ തിരിച്ചു കിട്ടിയത് ഇപ്പോഴും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയന്റെ റിപ്പോർട്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അകമ്പാടം സ്വദേശി അബ്ബാസ് രക്ഷപ്പെട്ടത്. അദ്ദേഹം ടാപ്പിങ്ങിന് വേണ്ടി രാവിലെ പോവുകയായിരുന്നു. പുലർച്ചെ ഒരു 4 മണിയോടുകൂടി ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാട്ടാന ആക്രമിക്കാൻ എത്തിയത്. അബ്ബാസ് 24-നൊപ്പം ചേരുകയാണ്. ഇത് ആനയെ കണ്ട് അതായത് വീണുരുണ്ട് പറ്റിയ മുറിവുകളാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? ആന തൊട്ട് മുന്നിലെത്തിയപ്പോഴാണോ കണ്ടത്? തൊട്ട് മുന്നേ 1 മീറ്റർ അകലത്താണ് നിന്നത്. ഞാൻ ചെന്ന് വണ്ടി അവിടെ ഇട്ട് ഓടാൻ വേണ്ടി നിന്നപ്പോൾ 4 അടി ഓടി വീണ് അതിൽ ഉരുണ്ട് ആൻ്റെ ചവിട്ട് കൊണ്ടില്ല, ഉരുണ്ട് മറിഞ്ഞ് രക്ഷപ്പെട്ട്. അങ്ങനെയാണ് ഞാൻ കഴിച്ചിലായത്. അതിൽ രണ്ടാമത്തെ ആനയും വന്ന് ആ മുന്നത്തെ ആന പോകണമെങ്കിൽ അതിൻ്റെ വൈത്താലെ പോയി ആന. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ മരിച്ചെന്ന് വിചാരിച്ചായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി. ആ തൊട്ട് ഇങ്ങനെ കൈയെത്തിച്ച ആന തട്ടും, അത്ര അടുത്ത് നിന്ന്. ഇതിനെ കണ്ട് തിരിഞ്ഞോടുമ്പോഴാണോ വീണത്? ആനയുടെ തിരിഞ്ഞോടുകൂടി ഞാൻ ഓടിയിടുമ്പോൾ വീട്. ഞാൻ വീണ്ടപ്പോൾ തന്നെ ആനൻ്റെ അടുത്തെത്തിയ അപ്പോൾ ഉരുണ്ട് മറിഞ്ഞ് രക്ഷപ്പെട്ട്. ഈ റബ്ബർ തോട്ടത്തിൽ എത്തിയിരുന്നില്ല. അവിടുന്ന് പിന്നെയും ഒരു 4-5 കിലോമീറ്റർ പോകണം വെട്ടാൻ പോകുന്നിടത്തേക്ക്. ഇത് റോഡ് നിറഞ്ഞ് നിൽക്കുകയാണ്. 2 ആന നിന്നിട്ട് റോഡില്ല. പിന്നെ ആ വാഴ തട്ടിയാണ്ട് മറിച്ചിട്ട് തിന്നായിരുന്നു. രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് കാണൂല. മണ്ണിൻ്റെ കളറാണ്, ഒരു മണ്ണിൻ്റെ കളർ, റോഡിൻ്റെ കളർ തന്നെ ആന. ആ ജീവൻ തന്നെ രക്ഷപ്പെട്ടെന്ന് കഴിച്ചിലായി പോകുന്നത്. എങ്ങനെയോ ഇപ്പോഴും ഞാൻ ഓർക്കാണ് എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു? അവർ വന്നിരുന്നോ? വിവരം അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഡോക്ടറെ ഇത്തൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ ഇത്തൊക്കെ കൊണ്ട് ഈ തിങ്കളാഴ്ച മറ്റന്നാളെ പോകുന്നുള്ളൂ. അക്കൗണ്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് വിട്ടിട്ടുണ്ട്. ആ തലനാരിഴയ്ക്കുള്ള രക്ഷപ്പെടൽ എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രദേശത്ത്, ഈ മുലേപ്പാടം അകമ്പാടം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കാട്ടാൻ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. ഏക്കർ കണക്കിന് കൃഷി നശിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് നേരെയൊക്കെ ആന ആക്രമിക്കാൻ വരുന്നത് ഒരു പതിവ് സംഭവമായിരിക്കുകയാണ്. അതിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അബ്ബാസാണ് ഇപ്പോൾ 24-നോട് സംസാരിച്ചത്. അർഷകനൊപ്പം ബിപിൻ സി വിജയൻ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.